നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ കാലങ്ങൾക്ക് ശേഷം സ്കൂൾ ആരംഭിക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടം കാരണമാണല്ലോ നമുക്ക് ഇങ്ങനെ സ്കൂൾ അടച്ചു ഇടേണ്ടി വന്നതും പല പല സ്ഥാപനങ്ങളും അടച്ചുവിടേണ്ടതായിട്ട് പോയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വിദ്യാലയത്തിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, വേറെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാം, നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ചില ജീവിത മൂല്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം, ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാകും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും, ഒരു എയിം ഉണ്ടാകും. ഇത് ഒരുപക്ഷെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിച്ചു എന്നില്ല. അപ്പം ഒരു വിദ്യാർത്ഥി ഒരു ശരാശരി മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് വിദ്യാലയത്തിലാണ്, അവരുടെ അധ്യാപകരുടെ കൂടെയാണ്. അപ്പം നമ്മുടെ പേരൻസിനെക്കാട്ടിലും കൂടുതൽ ഇൻറ്റിമസി അവർക്കുണ്ടാകുന്നത് ടീച്ചേഴ്സാണ്. അപ്പം എന്തുകൊണ്ടും ഈ സ്കൂളുകൾ തുറക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 1.5 വർഷത്തിന് ശേഷം നമ്മൾ സ്കൂളിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണോ അല്ലയോ? വെരി ഗുഡ്, ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് താങ്ക്ഫുള്ളി കോവിഡ് കേസസ് ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ഈ കൊച്ചു കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാപ്പി കിഡ്സ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ഷോ ആണ്. അതിലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സെയിൻ നമ്മുടെ കൂടെ ഉണ്ട്, അതേമാതിരി തന്നെ ലാമിയുണ്ട്. ബാക്കിയുള്ളവർ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എന്റെ പേരാണ് അതിഥി. ഞാൻ സൂപ്പർ ഗെയിമിൽ ഐസക് വോയിസ് കൊടുക്കുന്നു. വാവ്. ഇനി ഞാൻ ഋതുദേവ്. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഏത് സ്കൂളിലാണ്? അമൃത വിദ്യാലയം വെള്ളിമാട്. ഓക്കെ. മോന്റെ പേരെന്താ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഡോക്ടർ ആൻറ്റി, സ്കൂൾ തുറക്കാൻ പോവുകയാണ്, അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ മാതിരിയല്ല. കാരണം നമുക്കറിയാം, ഇപ്പം കോവിഡ് വളരെയധികം ശരിക്കും കോവിഡ് കുറേ കാലം നിന്നിട്ടുള്ള ഒരു സംഭവമാണ്. മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന അത്ര ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു പാൻഡമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു അസുഖം ആദ്യമായിട്ടാണ് നമ്മളുടെ തന്നെ ഈ ഒരു ജനറേഷനിൽ ആദ്യമായിട്ട് കണ്ടുവരുന്നത്. സോ ആഡിക്വേറ്റ് പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ്, മാസ്ക് എന്തായാലും ഉപയോഗിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 2-3 എക്സ്ട്രാ മാസ്ക് കയ്യിൽ കരുതി വെക്കണം. കാരണം പിള്ളേരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും, കീറും, പിന്നെ കളിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം ചിലപ്പോൾ അതിലാകും, അപ്പം വേഗം കേടായി പോകും. അപ്പം മാസ്ക് പ്രോപ്പർ രീതിയിൽ വേണം ഇടാനായിട്ട്. പിന്നെ മറ്റൊന്ന് സാനിറ്റൈസർ, ലിക്വിഡ് ടൈപ്പ് ആയാലും സ്പ്രേ ടൈപ്പ് ആയാലും ഒരു പ്രശ്നമില്ല. അതേമാതിരി നിങ്ങൾ യൂണിഫോം ഇട്ടിട്ടായിരിക്കുമല്ലോ പോവാം, എപ്പോഴും ഒരു സ്പെയർ ഡ്രസ്സ് കയ്യിൽ കരുതി വെച്ചിരിക്കണം. വസ്ത്രം കേടായാലോ എന്തെങ്കിലും അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് എന്തായാലും കയ്യിലുണ്ടാകണം. ചെരുപ്പ് ഉണ്ടാകണം, അതായത് ചെരുപ്പാണോ ഷൂസാണോ whatever you are using that, അതിൻ്റെ ഒരു സ്പെയർ ഉണ്ടായിരിക്കണം. സോക്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കരുതേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ അതായത് അറ്റ് ദ സെയിം ടൈം ഈ ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. പ്രത്യേകിച്ചും നമ്മൾ ഫുഡാണെങ്കിലും വെള്ളമാണെങ്കിലും ശരി, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യില്ലേ? അതല്ലേ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, യു ഷുഡ് ഷെയർ എവറിത്തിങ് എന്നല്ലേ. പക്ഷേ ഈ ഒരു കോവിഡ് സമയത്ത് നമ്മളത് കഴിവതും ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ്, ഫുഡ്, വാട്ടർ, എസ്പെഷ്യലി യുവർ ബുക്സ് ഷെയർ ചെയ്യാതിരിക്കുക. പക്ഷെ ലേറ്റർ ഓൺ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ലൈക്ക് ഒരു കോമൺ കോൾഡ് മാതിരി ഇപ്പം കോവിഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കേസസ് കാരണം അത്രയ്ക്ക് കുറഞ്ഞു പോയതുകൊണ്ടിട്ട് ആഫ്റ്റർ സം ടൈം, മേ ബി അനദർ ഇയർ, തിങ്സ് വിൽ കം ബാക്ക് ടു നോർമൽ. അപ്പം വി ക്യാൻ ഗോ ബാക്ക് ടു എ നോർമൽ ലൈഫ് സ്റ്റൈൽ. ഓക്കെ. നമ്മുടെ സ്കൂളിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈനും ഓഫ്ലൈനും. അപ്പോൾ ഏത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ? ഡെഫിനറ്റ്ലി ലാമിയ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചൂസ് ചെയ്യുന്നത് നല്ലത്. മോള് ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. ഇപ്പോൾ ഫുൾ ടൈം ഓൺലൈൻ, ഐദർ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇതാണല്ലോ. അപ്പം ഇവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വല്ല സംഭവം നടക്കുന്നുണ്ടോ? ഇല്ല. കംപ്ലീറ്റ്ലി നമ്മൾ കൺഫൈൻ ടു ദ ഹൗസ് അല്ലെങ്കിൽ റൂമിലേക്കാണ്. ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. എത്ര പേരെ കാണുന്നു?
നമുക്കെല്ലാവർക്കും പുറത്ത് പോയിട്ട് കളിക്കാൻ ഇഷ്ടമല്ലേ? ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, ബാഡ്മിൻ്റൺ കളിക്കാൻ ഇഷ്ടമാണ്. അതിലൂടെ നമ്മൾ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുന്നു. പിന്നെ ഫുൾ ടൈം നമ്മൾ ഈ മൊബൈലിലും അതേമാതിരി തന്നെ കമ്പ്യൂട്ടറിലും ഇരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നല്ലതല്ല. ബിക്കോസ് അത് ഒരു അഡിക്ഷൻ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സ്കൂള് തുറക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകില്ലേ, അപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് കളിക്കാൻ പറ്റുമോ? അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുന്നത് എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല. ഫ്രണ്ട്സിനെ കാണണം, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം, കളിക്കണം. അവരുടേതായിട്ടുള്ള ഒരു ചെറിയൊരു ലോകമുണ്ട്, അതിൽ ഉല്ലസിച്ച് നടക്കണം. അതൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത്, കോവിഡ് സമയത്ത് കൂടുതൽ നമുക്കെല്ലാവർക്കും PT ടൈം ആണല്ലോ ഏറ്റവും ഇഷ്ടം, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും PT ടൈം ആയിരിക്കുമല്ലോ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. സർട്ടൺ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് കൊണ്ടിട്ട് കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ടെന്നീസ് അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ ഗെയിംസ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ ക്രൗഡഡ് ആയിട്ടുള്ള ഗെയിംസ്, അടുത്തടുത്തടുത്ത് നിന്നിട്ടുള്ള ഗെയിംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഗെയിംസ്, അതെല്ലാം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫ്രണ്ട് പാരൻസ് പറഞ്ഞ സ്കൂളിൽ പോയ കൊറോണ കയറുന്നു, ശരിയാണോ? മോൻ ഉദ്ദേശിച്ചത് മോൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് പറഞ്ഞു സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ കോവിഡ് വരുമോ എന്നുള്ളത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ പോകണം എന്നില്ല കോവിഡ് വരാനായിട്ട്. എവിടെ പോയാലും വേണമെങ്കിൽ കോവിഡ് വരാം. അപ്പം ആ ഒരു കാര്യം റൂൾഡ് ഔട്ടായി. വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ കോവിഡ് വരാം. കാരണം വിസിറ്റേഴ്സിൽ കോവിഡ് വന്നിട്ടുള്ള ഒത്തിരി കേസസുകൾ ഉണ്ട്. ഒരിക്കൽ കോവിഡ് വന്ന ആൾക്കാർക്കും വേണമെങ്കിൽ കോവിഡ് വരാം. സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും കോവിഡ് വരാം. പക്ഷെ ഇതിനെല്ലാം പേടിച്ചിട്ട് നമ്മൾ എത്ര കാലം മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ നമ്പർ ഓഫ് കേസസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ നമുക്ക് എങ്ങനെയെല്ലാം പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഇതിന് പേരൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. കാരണം നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ. അപ്പം പേരൻസിൻ്റെ ശ്രദ്ധയ്ക്കായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. അതായത് കോവിഡ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോവിഡ് വരും, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചാൽ കോവിഡ് വരും, ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾക്ക് കോവിഡ് ഉണ്ട് എന്നാൽ പിന്നെ നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെയല്ല. അതല്ല ഒരു റൈറ്റ് വേ ഓഫ് ഡീലിംഗ് തിങ്സ്. പ്രിക്കോഷണറി മെഷേഴ്സ് എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പ്രത്യേകിച്ചും ഇപ്പം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ മാതിരി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഡ്രസ്സുകളെല്ലാം അലക്കി ഇടുക, അപ്പോൾ തന്നെ നല്ല ഫുൾ ബോഡി വാഷ് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് വെക്കുക. ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ തന്നെ പുറത്ത് പോയിട്ട് അവർ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ടാകും. കുട്ടികളെ കണ്ടാൽ നമുക്കൊന്ന് ഹഗ് ചെയ്യാനായിട്ട് തോന്നും. പിള്ളേരാണെങ്കിലും കൊച്ചു പിള്ളേരല്ലേ, അവരെ കാണുമ്പോഴത്തേക്ക് അച്ഛനമ്മമാരെ കാണുമ്പോഴത്തേക്ക് ഓടി ഹഗ് ചെയ്യാനായിട്ട് തോന്നും. പക്ഷെ അത് വേണ്ട എന്നുള്ളതല്ല. പക്ഷെ അതെല്ലാം കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ കോവിഡ് കാലഘട്ടത്തിൽ. എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. അച്ഛൻ ഹോസ്പിറ്റലിൽ വരാമെങ്കിൽ എനിക്ക് കൊറോണ പിടിക്കുമോ? മോൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോൻ്റെ അച്ഛൻ ഡോക്ടറാണ്. ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് തിരിച്ച് മോൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മോന് കൊറോണ പിടിക്കാൻ സാധ്യതയുണ്ടോ എന്നല്ലേ. പക്ഷെ അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. കാരണം നമ്മൾ മിക്ക പ്രൊഫഷണൽസ് ആണെങ്കിലും വീട്ടിൽ എത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ ഓടിച്ചാടി അച്ഛൻ്റെയോ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുകയല്ല വേണ്ടത്. അച്ഛനും അമ്മയും ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ അവരുടനെ തന്നെ പോയിട്ട് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ. സ്കൂൾ തുറക്കാൻ പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് പേരൻസിന് മാത്രമല്ല, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മാതിരിയുള്ള ആഡിക്വേറ്റ് പ്രിക്കോഷൻസ് എടുക്കുക. അതേമാതിരി തന്നെ നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ട് നമ്മളതിന് റെഡിയായിട്ട് ഏതൊരു അസുഖത്തെയും ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ കരുത്തോടു കൂടിയിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുക. ഒരിക്കലും തിരിഞ്ഞോടാൻ പാടില്ല. നെഗറ്റീവായിട്ട് പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടാകും. പക്ഷേ അത് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് മാത്രം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുക. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പം until next time, goodbye. Thank you, Dr.